ഹലോ കൂട്ടുകാരെ, ഇതെന്താണോ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് എനിക്കറിയാം. ഇതാണ്ട് തോട്, രണ്ട് തോടുള്ള ആണ് ഈ കപ്പ, ചീനി, മരിച്ചീനി എന്നൊക്കെ പറയണത് അല്ലേ. പക്ഷേ പണ്ട് അമ്മൂമ്മമാരെല്ലാം എന്താ ഇങ്ങനെ ചെറുതായിട്ട് ചുരണ്ടി എടുത്താണ് നമ്മൾ ഈ കപ്പ ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഒരു രീതിക്ക് ഞാൻ ഇന്ന് ഉണക്കി എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഇങ്ങനെ തോട് ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ചുരണ്ടി എടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് ഉണക്കാൻ വയ്ക്കാം. അപ്പം നമുക്കിത് ഉണങ്ങി കിട്ടുമ്പം നമുക്ക് ചീനി പുട്ടുണ്ടാക്കാം. ഉണക്ക കപ്പ, കപ്പയെന്നും ചീനിയെന്നും കിഴങ്ങെന്നും മരിച്ചീനിയെന്നും ഒക്കെ പറയും. അപ്പോൾ നമുക്കിതിനെ കപ്പ പുട്ടുണ്ടാക്കാം, കപ്പ ഉണക്ക കപ്പ വേവിച്ച് കഴിക്കാം. അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിനെ അരിഞ്ഞ്, നല്ല വെയിലുണ്ട് ഇപ്പം, കൊണ്ടുവന്നിട്ടേച്ചും വരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അറിഞ്ഞൂടാത്തവർക്ക് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഇട്ടുതരാം. ഇതിപ്പോൾ ചെത്തിപ്പിറക്കി കഴുകി വച്ചേക്കുന്നു. ഇനി ഇതാ അരിഞ്ഞ് ഉണക്ക ഇടുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ.